ശ്രീ ബി ആർ എം ഷഫീർ, ആരൊക്കെയാണ് പി വി അൻവറിന്റെ പുതിയ മിത്രങ്ങൾ? പുതിയ മിത്രങ്ങൾ ആര് എന്ന പി വി അൻവറിന്റെ ചോദ്യങ്ങളും പറച്ചിലും കേൾക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ടല്ലോ എന്നാണ് ശ്രീ ജേക്സി തോമസ് ചോദിച്ചത്. ആ മിത്രങ്ങളുടെ പട്ടികയിൽ കോൺഗ്രസ് ഉണ്ടോ? ഞങ്ങൾ ആരെയും പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല, ഞങ്ങൾ ആരെ കൊണ്ടും പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യവും ഞങ്ങൾക്കില്ല. പക്ഷെ ഞങ്ങൾ കാലാകാലങ്ങളായി ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അക്കമിട്ട് അടിവരയിട്ട് പി വി അൻവർ പറഞ്ഞാൽ അയാൾ എങ്ങനെയാണ് കോൺഗ്രസ് ആവുക? ഇപ്പോൾ സഖാവ് പിണറായി വിജയന് മുമ്പ് വരെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ DNA പരിശോധകനും ലാബ് ടെക്നീഷ്യനുമായിരുന്നല്ലോ ഈ പറയപ്പെടുന്ന പി വി അൻവർ. ഇവിടെ ഇരിക്കുന്ന പല സഖാക്കന്മാർക്കും സൈബർ കടന്നലായിരുന്നല്ലോ, അമ്പൂക്കയായിരുന്നല്ലോ ഈ പറയപ്പെടുന്ന പി വി അൻവർ. ആർക്കെതിരെയും എന്തും പറയിക്കുന്ന മെഗാഫോണായിരുന്നില്ലേ ഈ പി വി അൻവർ? ഇപ്പോഴെന്താ പി വി അൻവർ സ്വർണം പൊട്ടിക്കലിൻ്റെ ആളാണ്. പി വി അൻവർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ പാരമ്പര്യം പേർന്നവരാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ എന്താ മാറ്റം? ഇവിടെ കാതലായി ഞങ്ങൾ ഉയർത്തുന്ന ചില പ്രശ്നങ്ങളുണ്ട്. എന്താണ്? പി വി അൻവർ പറയുകയാണ്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം തന്നെയല്ലേ, RSSന്റെ കയ്യിലെ കളിപ്പാവയാണ് ഈ മറ്റേ പി വി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ. RSSന് വേണ്ടിയിട്ട് RSSന്റെ ചങ്ങാത്തമുള്ള RSS പറയുന്ന ആളുകളെ നിയമിക്കാനും RSSന് ഇഷ്ടമുള്ളവരെ അവരെ മാറ്റാതിരിക്കാനുമുള്ള RSS ബന്ധമുള്ളയാളാണ്. മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് RSSകാരുമായി ചേർന്നുകൊണ്ട് പൂരം കലക്കിയവനാണ് മുഖ്യമന്ത്രി പറയുകയാണ്. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഏത് പൊട്ടനും മന്ത്രിയാകാം. പൊട്ടനായ മന്ത്രി മാത്രമല്ല, അതിൻ്റെ കൂടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമാകാം. അല്പം നിർത്തിയിട്ട് പറഞ്ഞു, ഒരു പാർട്ടി രക്തസാക്ഷികളുടെ ബലികുടീരങ്ങളിൽ പടുത്തുയർത്തിയൊരു പാർട്ടിയിൽ റിയാസ് മോൻ മാത്രം മതിയോ? റിയാസിന് വേണ്ടി മാത്രമായിട്ടൊരു പാർട്ടി ഉണ്ടോ? ഉത്തരം പറയേണ്ടതല്ലേ? ശ്രീ ഗോവിന്ദൻ എന്ന് പറയുന്ന അവരുടെ CPMന്റെ സംസ്ഥാന സെക്രട്ടറിക്ക് അയാൾ വളരെ ദുർബലനാണ്, നാക്കെടുത്ത് മിണ്ടാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറഞ്ഞാൽ ആരാണ് മറുപടി പറയേണ്ടത്? കോൺഗ്രസ് ആണോ? അല്ലല്ലോ. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയപ്പെടുന്ന പരിണിതപ്രജ്ഞനായ നേതാവ് മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്ക് കേരളത്തിൽ അവസരമുണ്ടാക്കി കൊടുക്കാതെ ദുഷ്ടത്തരം കാണിച്ചുകൊണ്ട് മകളെയും കുടുംബത്തെയും കൂട്ടി വിദേശയാത്രയ്ക്ക് പോകാനുള്ള തിടുക്കമായിരുന്നു പിണറായി വിജയന്. പറഞ്ഞതാരാ? അൻവറാണ്. മറുപടി പറയേണ്ടതാരാ? ഞങ്ങളാണോ? അല്ലല്ലോ. നിങ്ങൾ മറുപടി പറയണം. അതുപോലെ തന്നെ ഈ അതിനകത്ത് പറഞ്ഞു, ഇവിടെ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ പറഞ്ഞു, ഈ സ്വർണം പൊട്ടിക്കൽ മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണ്. ഞാൻ ഒറ്റ ചോദ്യമേ ചോദിക്കുന്നുള്ളൂ, ഇപ്പോഴാണോ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന് ഇപ്പോൾ കടത്തുകാരനായി മാറുന്നത്? എങ്ങനെയാണ് അദ്ദേഹം കടത്തുകാരനായി മാറിയത്? അപ്പം നിങ്ങളെ കൂടെ നിന്നാൽ ഏത് വിഷവും അമൃതായി മാറും. എന്നാൽ അവർ പുറത്തിറങ്ങിയാലോ അവർ കാളകൂട വിഷം. ഇതല്ലേ നിങ്ങളുടെ സമീപനം? ആ സമീപനമല്ലേ ചോദ്യം ചെയ്യേണ്ടത്? ഇവിടുത്തെ പ്രധാനപ്പെട്ട തർക്കം എന്താണ്? ഒന്ന്, മുഖ്യമന്ത്രിയുടെ ഓഫീസ് അധോലോകത്തിന്റെ താവളമായി മാറുന്നു, പൊതുസമൂഹം ചർച്ച ചെയ്യും സാർ. രണ്ടാമത്തെ വിഷയം എന്താണ്? RSSന് വേണ്ടി RSSന് മേധാവി പറഞ്ഞാലേ MR അജിത്കുമാറിനെ മാറ്റുള്ളൂ. മകളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് RSSുമായിട്ട് ബന്ധമാണ്. ഇവിടെ നേരത്തെ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറഞ്ഞു, ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടുണ്ട്, പലരും പാർട്ടി വിട്ടുപോയിട്ടുണ്ട്. ഈ പാർട്ടി കൊടുങ്കാറ്റ് പോലെ ഉയർത്തു വന്നിട്ടുണ്ട്. ശരിയാണ്. അന്നൊക്കെ പലപ്പോഴും ശ്രീ MV രാഘവൻ പാർട്ടി വിട്ടപ്പോഴും ശ്രീ KR ഗൗരിയമ്മ പാർട്ടി വിട്ടപ്പോഴും പാർട്ടിക്ക് ഒരു ആത്മബലമുണ്ടായിരുന്നു, കാരണം പാർട്ടി ഉണ്ടായിരുന്നു. ഇന്നെന്താണ് നിങ്ങൾക്ക് അത്ര ആത്മവിശ്വാസമില്ലാതെ പോകുന്നത്? ഇന്ന് പാർട്ടിയില്ല, അതൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണെന്ന് അൻവർ പറയുകയാണ്, ഞാൻ പറയല്ല, അൻവർ പറയുകയാണ്. എന്നിട്ട് ഇദ്ദേഹം ഒരു അല്പം കൂടി കടന്നിട്ട് പറയുകയാണ്, എന്താണ് അതിൻ്റെ വ്യത്യാസമെന്നറിയോ? അന്ന് ആ പാർട്ടിയെ നയിക്കുന്ന മുഖ്യമന്ത്രിക്കോ പാർട്ടി സെക്രട്ടറിക്കോ നേരെ ഒരിക്കൽ പോലും RSSുമായി ബന്ധപ്പെട്ട RSSന്റെ ബന്ധം ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുന്നു എന്ന് ആ അന്നത്തെ നേതൃത്വത്തിനെതിരായി ഇതുപോലെ വിമർശനം ഉണ്ടായിട്ടില്ല. CPMന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. എന്താ ഇപ്പോഴത്തെ പ്രശ്നം? RSS അലങ്കാരമായി കൊണ്ടു നടക്കുന്നു പി വി അൻവർ പറയുന്നു. മറുപടി പറയണ്ടേ? രണ്ട്, അദ്ദേഹം ഉയർത്തിപ്പിടിച്ചൊരു കാര്യമുണ്ട്. ഒരു ജില്ലയെ, മലബാറിലെ മലപ്പുറം ജില്ലയിൽ ന്യൂനപക്ഷങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ജില്ലയെ ഒരു ക്രിമിനൽ ജില്ലയാക്കാൻ വേണ്ടി ADGP ചില പ്രത്യേക രാഷ്ട്രീയ പാർട്ടികളുടെ താല്പര്യങ്ങളെയും മുദ്രാവാക്യങ്ങളെയും ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിക്കൊണ്ട് കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഇതാണ്. എന്നിട്ട് അദ്ദേഹം പറയാണ്, P ശശി, ഞങ്ങൾ പോലും അത്രയും കടുപ്പിച്ച് പറഞ്ഞില്ല, P ശശി അധോലോകമാപികയാണ്, MR അജിത്കുമാർ കാട്ടുകള്ളനാണ്. സർ, ഞങ്ങളുടെ ചോദ്യം ഇതാണ്, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു കാര്യം കൂടി പറഞ്ഞു, ആ സൂര്യൻ അണഞ്ഞു,
ഓക്കെ പാർട്ടിക്കാർക്കും സാധാരണക്കാർക്കും ഇന്ന് പരമപുച്ഛമാണ്. ശരി ഈ ശരി പാർട്ടി ശരി പാർട്ടിക്കാർക്കും ന്യൂനപക്ഷങ്ങൾക്കുമാണ് ഏറ്റവും വലിയ നീതികേട് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പി വി അൻവർ ഉന്നയിച്ച ഒരു ആരോപണം. ദൂരവ്യാപകമായ അലയൊലികളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകുന്ന ഒരു ആരോപണമായി നമുക്ക് കൃത്യമായി ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒന്ന്.